അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാം പരീക്ഷയുടെ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിശോധിക്കാം. ആദ്യം ഒന്നാമത്തെ ചോദ്യം നോക്കാം. 1. ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് അടയാളപ്പെടുത്തുക. ചോദ്യങ്ങൾ: 1. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ്. ഖുർആൻ പാരായണം, നോമ്പ്, ത്വവാഫ്. ശരിയുത്തരം ത്വവാഫ്. 2. ശേഷം വുളൂ സുന്നത്തുള്ള ഒരു കാര്യം. കോപമുണ്ടാവുക, അദാൻ വിളിക്കുക, ദിക്ർ ചൊല്ലുക. ശരിയുത്തരം കോപമുണ്ടാവുക. 3. പുരുഷൻ തലമറക്കാതെ നിസ്കരിക്കൽ. ഹറാം, സുന്നത്ത്, കറാഹത്ത്. ശരിയുത്തരം കറാഹത്ത്. 4. ഹൈള് രക്തത്തിൻ്റെ കൂടിയ പരിധി 40 ദിവസം, 15 ദിവസം, 60 ദിവസം. ശരിയുത്തരം 15 ദിവസം. ചോദ്യം 5. ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് അർത്ഥം. ഹബ് ലന അൻ ഇശ്ന വർഹംന. ശരിയുത്തരം ഹബ് ലന. ചോദ്യം 6. അറബി ഭാഷയിലാവൽ ഖുതുബയുടെ ഫർള്, സുന്നത്ത്, ഷർത്ത്. ശരിയുത്തരം ഷർത്ത്. ഒന്നാമത്തെ ചോദ്യോത്തരം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി രണ്ടാമത്തേതിലേക്ക് പ്രവേശിക്കുകയാണ്. ചേരുംപടി ചേർക്കുക. ചോദ്യം 7. നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. ഉത്തരം ബി, ഖുതുബയുടെ ഷർത്ത്. ചോദ്യം 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഉത്തരം ഡി, ഖുതുബയുടെ റുക്ന്. ചോദ്യം 9. ഇമാമിൻ്റെ ചലനങ്ങൾ അറിയൽ. ഉത്തരം ഇ, ജമാഅത്തിൻ്റെ ഷർത്ത്. ചോദ്യം 10. ക്രമപ്രകാരം ചെയ്യുക. ഉത്തരം എ, തയമ്മുമിൻ്റെ ഫർള്. ചോദ്യം 11. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കൽ. ഉത്തരം സി, തയമ്മുമിൻ്റെ ഷർത്ത്. രണ്ടാമത്തെ സെഷനും പൂർത്തിയായി. ഇനി മൂന്നാമത്തെ സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കുക. ചോദ്യം 12. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ ഡാഷ് റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. ഉത്തരം വലിവാലിദീന. ചോദ്യം 13. ഇന്നഹു ലാ യഹ്ദി ഡാഷ് വലാ യസ്രിഫു സയ്യിഅഹ ഇല്ലാ അൻത്. ഉത്തരം ലിസ്വാലിഹഹ. ചോദ്യം 14. ചെറുമത്സ്യങ്ങളുടെ വയറ്റിലുള്ള ഡാഷ് ഭക്ഷണത്തിൽ ഇളവുണ്ട്. ഉത്തരം മാലിന്യത്തിന്. ചോദ്യം 15. ഡാഷ് കിലോമീറ്ററുള്ള ഹലാലായ യാത്രയിൽ ഖസ്റാക്കി നിസ്കരിക്കാം. ഉത്തരം 132. ചോദ്യം 16. 2 ഹൈളിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധികാലം ഡാഷ് ദിവസമാണ്. ഉത്തരം 15. ചോദ്യം 17. ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ഡാഷ് മാണ് വാജിബ്. ഉത്തരം ശിക്ഷയുള്ളതുമാണ്. മൂന്നാമത്തെ സെഷൻ പൂർത്തിയായി. നാലാമത്തേതിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദ്യം 18. മുബാഹിന് പറയുന്ന മറ്റൊരു പേര്. ഉത്തരം ഹലാല്. ചോദ്യം 20. ജനാബത്ത് ഉള്ളവർക്ക് ഹറാമാകുന്ന ഒരു കാര്യം. പുസ്തകത്തിൽ കൊടുത്ത ഈ 8 കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതുക. ചോദ്യം 21. ലോലീൻ എന്നതിൻ്റെ അർത്ഥം. ഉത്തരം വൈ പിയച്ചവൻ. ചോദ്യം 22. തയമ്മും ചെയ്യുന്നവൻ എത്ര തവണ മണ്ണ് അടിച്ചെടുക്കണം? ഉത്തരം 2 തവണ. ചോദ്യം 23. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ അശുദ്ധിയുള്ളവർക്ക് പാടില്ലാത്തത് ഏത്? ഉത്തരം ത്വവാഫ്. 4ാം സെഷനും പൂർത്തിയായി. 5ാമത്തേതിലേക്ക് പ്രവേശിക്കുന്നു. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ചോദ്യം 24. ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെയാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്? ഉത്തരം മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും ഖിബിലയിലേക്ക് ചെരിച്ച് കിടത്തണം. ചോദ്യം 25. നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എഴുതുക.
ഉത്തരം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു. ചോദ്യം 26. വുളൂഇൻ്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്? ഉത്തരം മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് തയമ്മും ചെയ്യേണ്ടത്. ചോദ്യം 27. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ 2 എഴുതുക. ഉത്തരം സ്ക്രീനിൽ കാണിക്കുന്നവയിൽ നിന്ന് ഏതെങ്കിലും 2. ചോദ്യം 28. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ആശയം എഴുതുക. ഉത്തരം നീ ഞങ്ങളെ നേർവഴിയിൽ നടത്തണമേ. ചോദ്യം 29. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂം എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഉത്തരം ഇമാമിനോട് തുടരുന്നു എന്ന് മഅ്മൂം നിയ്യത്ത് ചെയ്യണം. ചോദ്യം 30. ശേഷം കുളി സുന്നത്തുള്ള കാര്യങ്ങളിൽ 2 എഴുതുക. ഉത്തരം സ്ക്രീനിൽ കാണിക്കുന്നവയിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുക. ചോദ്യം 31. വെള്ളത്തിൽ മാത്രം ഇളവുള്ള നജസ് ഏതെല്ലാം? ഉത്തരം മത്സ്യം, അട്ട പോലെയുള്ള ജലജീവികളുടെ കാഷ്ടം, ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് എന്നിവയുടെ ശവം തുടങ്ങിയവ വെള്ളത്തിൽ ഇളവുള്ളവയാണ്.